ഉദ്ഘാടനം ബദറിൽ മഹാനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു തആല അൻഹു അസ്വദിനെ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നപ്പോൾ വകവരുത്തി ബദറിൽ ഉദ്ഘാടനം നടത്തി. അതിനുശേഷം ഇനിയൊരു കൂട്ടപ്പടയാണ് ബദറിൽ നടക്കാൻ പോകുന്നത്. ആളുകൾ ഖുറൈശി ഭാഗത്തു നിന്നും മക്ക മുശ്രിക്കുകളുടെ ഭാഗത്തു നിന്നും അബുൽ ഹക്കമിൻ്റെ പട, അബൂജാഹിലിൻ്റെ പട യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി വന്ന് വെല്ലുവിളിക്കുകയാണ് സഹാബത്തിനെ. ഈ സമയം ഉരെ കേട്ടതാൽ തോളറ് ഇടാ തന്നിന്ന് വേഗം ഉളരി മൂണ്ടാൾ അൻസാരികൾ റജുൽകൾ അവർകൾ ഉചിതമെത്തവർ വനമകത്തുള്ള പുലികൾ കോത്തവരാ അരികരാമോ അവ്വാദ് ബിനു ഹാരിസും മഖിയാം ഔഫും അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഒരുമീത്തവറുകളൊപ്പരം ദുയമെ സൊഫിഡ ക്ഷണം വെളിപ്പെടലായി അരികരാമോ അവ്വാദ് ബിനു ഹാരിസും മഖിയാം ഔഫും അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഒരുമീത്തവറുകളൊപ്പരം ദുയമെ സൊഫിഡ ക്ഷണം വെളിപ്പെടലായി. ഖുറൈശികളുടെ വെല്ലുവിളി കേട്ട അബൂജാഹിലിൻ്റെ പടയാളികളുടെ വെല്ലുവിളി കേട്ട അൻസാരികളായ സഹാബ മൂന്നാളുകൾ ചാടിയിറങ്ങുകയാണ് യുദ്ധക്കളത്തിലേക്ക്. ആ സമയം ഖുറൈശികളിൽ നിന്നുള്ള പല ആളുകളും അങ്ങോട്ട് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്താ ചിരിക്കണത് സംഭവം? അത് മറ്റൊന്നുമായിരുന്നില്ല, ഞങ്ങൾക്ക് നിങ്ങളെയല്ല വേണ്ടത്, ഞങ്ങളുടെ നാട്ടിൽ നിന്നും വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വന്ന മക്കക്കാരായ മുഹാജിറുകളെയാണ് ഞങ്ങൾക്ക് ആവശ്യം. കേളു നീ സൂതതൈ വേണ്ടുക മന്ന ബത്തവനെങ്കിൽ ക്ഷണം കേമിത്തഹരിജിലൈനായിപ്പൾ പൊരുതുവതുക്കിരണം വാളും മഴക്ക ഉമ്മുൽ ഖുറാവിന്ന് വന്നവരാകിടണം ഭംഗീശം എങ്കളിൽ നീയൊരുത്തൻ പവിത്തെടുത്തുള്ള ഗുണം. അതാണ് പറഞ്ഞത്. അതായത് ഞങ്ങൾക്ക് കുഫു വെക്കൂല. നിങ്ങൾ അൻസാരികളെ, നിങ്ങൾ പാവങ്ങളല്ലേ, നിങ്ങൾ മുഹമ്മദിനെ കൊണ്ട് പുതിയതായി ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളാണ്. ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളോട് കൂടെ, ഞങ്ങളുടെ ഒപ്പം ഊണിലും ഉറക്കിലുമൊക്കെ ഞങ്ങളോട് കൂടെ കളിച്ച് വളർന്ന കുറച്ച് ആളുകളുണ്ട് മക്കത്ത് നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട്. ഓലെയാണ് ഞങ്ങൾക്ക് ആവശ്യം. അല്ലാതെ നിങ്ങളിപ്പോൾ ഈ അൻസാരികളായ പാവങ്ങളെ ഞങ്ങൾ വകവരുത്തുക ശരിയല്ല. കെണ്ടെന്നുണ്ടാം പുലിറയണ്ടിയുണ്ടാം അവ നിലയണ്ടും പണ്ടും ഉള്ളവനാകും എണ്ടും കേളിപ്പൂമേൽ പുഷ്കരമാകെ ചമയ്വാൻ ഭൈത്തവ നീന്നുറ്റുരിവാൻ വിട്ട് റസൂൽ ഞാനെണ്ടും പണ്ടും പണ്ടേ കാരുണർ നിണ്ടും കൊണ്ടേ മാർഗമതൊണ്ടും വേണ്ട വഴിസാരം എണ്ടും. അതായത് അവിടെ ഞങ്ങളുടെ ലാത്തകളെയും മുസ്സകളെയും ഉബുലാലകളെയും ഞങ്ങളെ ആരാധിക്കുന്ന എല്ലാ വസ്തുക്കളെയും അവഹേളിച്ചുകൊണ്ട് ആരും പറഞ്ഞത് കേൾക്കാതെ അവിടെ നടന്നിരുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് ആളുകൾ മക്കയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഓരെ ഞങ്ങൾക്ക് ആവശ്യം, അതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പൊയ്ക്കോളിയും എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മുഹാജിറൻ്റെ വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാം ജിഹാബിഹത്തർ രണ്ട് സഫി ഡക്ക് ചണ്ട് ഹാദിറാം ചീർമദം താരിത്ത് കൊണ്ട് ചോടിയം ദേ കാഫിറാം. മുഹാജിരികളെയാണ് ഞങ്ങൾക്ക് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ മുഹാജിരികൾ തന്നെ ആയിക്കോട്ടെ, അൻസാരികളായ സഹാബ അത് അണിയിലേക്ക് തന്നെ മടങ്ങുകയും മുഹാജിരികളായ 3 സഹാബാക്കൾ അതാ ഖുറൈശി പടയോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഇറങ്ങുന്നു. ആരാണവർ എന്ന് ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യർ പറയുകയാണ്. മുഹാജിറിൻ്റെ വാക്ക് കേട്ട മുന്തി മൂണ്ട് സിംഹരാം
മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറാം. ഒന്ന് മഹാനായ ഉബൈദ റളിയല്ലാഹു തആല വയസ്സനാണ്. അതുപോലെ തന്നെ മഹാനായ ഹംസത്തുൽ കർറാറും അതിൻ്റെ രണാങ്കണത്തിൽ അള്ളാഹിൻ്റെ റസൂലിനെ കരയിപ്പിച്ച ഇളയപ്പ ഹംസ റളിയല്ലാഹു തആല അൻഹുവാണ് ഒന്ന്. മറ്റൊന്ന് ആരാണ്? ബഹുമാനപ്പെട്ട അർശിലെ പുലി എന്നറിയപ്പെടുന്ന അപരനാമത്താൽ വാഴ്ത്തപ്പെട്ട മഹാനായ അലിയും കറമല്ലാഹു വജ്ഹഹു. ഈ മൂന്നാളുകളാണ് മുഹാജിങ്ങൾ എന്ന പേര് കേൾക്കേണ്ട താമസം പടക്കളത്തിലേക്ക് ചാടിയിറങ്ങിയിരിക്കുന്നത്. എന്തും സംഭവിക്കാം. ഇഹാന താക്കീടണ്ട നീർ ആറിയുമല്ലോ അക്സറ എങ്കളും പിറന്തോ രാഗും ഫീ ഉമ്മിൽ ഖുറാം കൂറിയപ്പൽ കാഫിറുകൾ യമൈക്കുമൈ ഭറാബറ കുഫുവതൊത്ത നമ്മുടെ കുടുംബമാം പകയരാം. അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് ഒരു മൂന്നാളും ഇങ്ങനെ ഇറങ്ങിയപ്പോൾ കുറേശ്ശികൾ പരിഹസിക്കണം. അപ്പോഴാ പറഞ്ഞ നിങ്ങൾ പരിഹസിക്കൊന്നും വേണ്ട, വരും നമ്മൾ തന്നെ ആളുകളിതാ വരും. അപ്പോൾ കരറ്റായിക്കണു, ഇപ്പോൾ ശരിയായിക്കണു പറഞ്ഞു, ഇപ്പോൾ കുഫുവത്തിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ തേറിപ്പോറും ദൗസരാം ധീരർ ഹംസ ശൈബത്തോടും പിൻ ഹിജാബിൻ മൽഹറാം. ഏത് വിധത്തിലാണ് പടക്കളത്തിൽ അന്തരീക്ഷം മുഖരിതമായിരിക്കുന്നു, പൊടിപടലങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നു. ഇവരാകെ ബദറിലാകെ ഒരു തിരക്കാട് നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടം ഇത് ആരംഭിക്കാൻ പോകുന്നു. മഹാനായ ഉബൈദ റളിയല്ലാഹു തആല ഉത്തുബത്തിനോട് ഉബൈദത്ത് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ ഹംസ റളിയല്ലാഹു തആല അൻഹു ശൈബത്തിനോടും, അതുപോലെ തന്നെ വലീദിനോട് മഹാനായ അലിയും കറമല്ലാഹു വജ്ഹഹു, ഇങ്ങനെ 3 ഐറ്റംസ് ആയിട്ടാണ് ബദറിൽ യുദ്ധം നടക്കാൻ വേണ്ടി പോകുന്നത്. ആ രംഗം മഹാക്കൂയും കൂട്ടി വൈദ്യർ അതേപോലെ തന്നെ വിവരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാം. ഇരുപൂറം തായറിനാൽ നിലക്കവേ ഈഗൽ ഹംസ ശൈബത്തുമായി തിരക്കവേ ഉരം ഹജി ശരി ഹംസ താൻ അടുക്കവേ ഒരു വെട്ടി കൊടയുടനെ തടുക്കവേ ഈരമുറ്റി കൂടെ ശൈബത്തേക കുത്ത് താനൊഴിത്ത് തേറി ഹംസ പാടകൾക്ക് തല്ലെടുത്തിട്ടോന്തടുത്ത് തടവൊടു നീട്ടും മടവൊടു ചാട്ടും തടമിട അടൽ കൊടു തടർ പിണ്ണ കടുക്കട തടിപ്പെടും പിണ്ണ പല പാടും എത്തിര ചൂടുരത്തിൽ കരിശനമാൽ. സകൃതിയായ യുദ്ധം ബദറിൽ നടക്കുകയാണ്. പക്ഷേ നോമ്പ് നോറ്റുകൊണ്ട് ആ യുദ്ധം നടത്താൻ എനിക്ക് കഴിയുമോ എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തൽക്കാലം എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞതിന് ശേഷം ആ യുദ്ധം നടക്കും, അതിൽ യാതൊരു സംശയമില്ല. അല്ലെങ്കിൽ റമളാൻ 17 നടക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാം. എങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഏതായാലും ഈ യുദ്ധം ബദറിൽ നടക്കുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല.